27 കിലോമീറ്റർ മൈലേജ് നിങ്ങൾ പറഞ്ഞായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്ന് ഈ വണ്ടിക്ക് 17 അതല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 18 ഇതാണ് മൈലേജ് ഇടുന്നുള്ളൂ. വെയിലത്ത് അങ്ങനെ ഒരു കുറച്ച് നേരം ഇട്ടിട്ട് പോയി കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ അകത്ത് കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏസിൻ്റെ കാര്യമില്ല. കാരണം നമുക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ അത്രയും പ്രൈസ് റേഞ്ചിലൊരു വണ്ടി എടുക്കുമ്പോൾ കീ കുറച്ചും കൂടെ ഒരു സംഭവങ്ങൾ ആഡ് ചെയ്ത് ഒരു ഭംഗി ആക്കാറുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഹൈറൈഡറാണ്, ടൊയോട്ടയുടെ ഹൈറൈഡർ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒത്തിരി കാലത്തെ ടൊയോട്ടയുടെ വരവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സായിട്ട്, ഒത്തിരി ഫാൻറ്റസി ആയിട്ടുള്ള ഫീച്ചേഴ്സായിട്ട് ടൊയോട്ട പുറത്തിറക്കിയ, ഇപ്പോൾ വിജയകരമായിട്ട് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നൊരു മോഡൽ തന്നെയാണ് ടൊയോട്ടയുടെ ഹൈബ്രിഡ് വെർഷനിലെ ഹൈറൈഡർ. അതായത് നമ്മൾ ഈ ഫുൾ ബാറ്ററി യൂസ് ചെയ്യണതല്ല, എന്നാൽ പകുതി ബാറ്ററി പകുതി പെട്രോൾ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യണ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ നമ്മുടെ മൂവാറ്റുപുഴയിലെ ടൊയോട്ടയിലെ സ്റ്റാഫ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അത് അവർ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഏകദേശം വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസം നമ്മൾ കഴിഞ്ഞു, ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഏതാണ്ട് 3100 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ചു. അപ്പോൾ പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം, ഒരു യൂസർ റിവ്യൂ എന്നുള്ള രീതിയിൽ. അതായത് 3000 കിലോമീറ്റർ വരെ ഓടിച്ചതിൻ്റെ ഒരു ഇതിൽ. കാരണം നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും എഫ് ബിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ റീൽസ് ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് അന്വേഷിച്ച കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയാണ് പുറത്തു നിന്നുകൊണ്ട് വണ്ടി എടുത്ത് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായോ, അതല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്, സ്റ്റെബിലിറ്റി കാര്യങ്ങൾ, വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അതുപോലെ പ്രവാസികളായ ഒത്തിരി സുഹൃത്തുക്കൾക്ക് അവിടെ നിന്നുകൊണ്ട് ഇവിടെ നാട്ടിൽ ആൾക്കാരില്ലാത്തപ്പോൾ തന്നെ എങ്ങനെ എളുപ്പത്തിൽ വണ്ടി എടുക്കാം, ഈ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി എടുക്കാൻ പറ്റും, അത് ഞാൻ ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കാം. 1100 കിലോമീറ്റർ ഇപ്പോൾ വണ്ടിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ റേഞ്ച് മേഖലയിലേക്ക് നമ്മൾ ഓടിച്ചേർന്നു, സിറ്റി ഡ്രൈവ് ചെയ്തു. ഏകദേശം വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓണർ എന്നുള്ള രീതിയിൽ ഞാൻ 100% ഇതിൻ്റെ അകത്ത് ഹാപ്പിയാണ്. കാരണം ഇതുകൂടാതെ തന്നെ ഫോർച്യൂണർ, ഇന്നോവ, ടൊയോട്ടയുടെ തന്നെ പല വേരിയൻറ്റുകൾ ഓടിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പല രാജ്യത്ത് പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണത് എനിക്ക് ഫോർച്യൂണറിനേക്കായി ഒത്തിരി എനിക്ക് ഡ്രൈവിംഗ് കംഫർട്ട്, അതുപോലെ എന്നാ പറഞ്ഞത് പാസഞ്ചർ കംഫർട്ടും എനിക്ക് ഇതിൻ്റെ അകത്ത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് ഇവരുടെ സെയിൽസിൻ്റെ ആൾക്കാരോട്, അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമുക്ക് വിശദീകരിച്ച് തരാൻ പാകത്തിനുള്ള ആൾക്കാരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് 2 പേര് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണ്. മൂവാറ്റുപുഴ നിപ്പോൺ ടൊയോട്ടയിലെ സെയിൽസിലുള്ള ആദർശ്, അതുപോലെ തന്നെ വിഷ്ണു. ആദർശേട്ടാ, വെൽക്കം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ്ട് 3000 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. നമുക്ക് എനിക്കൊരു 100% ഞാൻ ഇതിനകത്ത് സാറ്റിസ്ഫൈഡുമാണ്. എല്ലാം ഓക്കെയാണ്, നമ്മൾ പറഞ്ഞ രീതിയിലുള്ള സർവീസ് കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ലാത്തത്, നിങ്ങൾ 27 കിലോമീറ്റർ മൈലേജ് നിങ്ങൾ പറഞ്ഞായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്ന് ഈ വണ്ടിക്ക് 17 അതല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 18 ഇതാണ് മൈലേജ് ഇടുന്നുള്ളൂ. അത് ശരിക്കും നിങ്ങൾ എന്നെ പറ്റിക്കുന്നതാണോ, അത് നിങ്ങൾ സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സംഭവമാണോ? ആക്ച്വലി ടൊയോട്ട ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഹൈറൈഡറിൽ പറയുന്നത് 27.97 കിലോമീറ്റർ പെർ ലിറ്ററാണ്. 27.97, അതായത് 30-ന്റെ അടുത്ത്. ഇപ്പം ചില കസ്റ്റമേഴ്സ് ഇപ്പോൾ സാറിന് കിട്ടുന്നത് 17, 16, 18 ആ റേഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. ഈ വണ്ടി ഓടിക്കേണ്ട കുറച്ച് രീതി കാര്യങ്ങളുണ്ട്. സെയിം ഒരു ഇലക്ട്രിക് വണ്ടി ഓടിക്കേണ്ട രീതിയിൽ തന്നെയാണ് ഈ വണ്ടി ഓടിക്കേണ്ടത്. അല്ലാണ്ട് ഏത് വണ്ടി പെട്രോൾ വേരിയൻ്റ് ഏത് വണ്ടി ഒരു പരിധിയിൽ കൂടുതൽ കാല് കൊടുത്ത് അല്ലെങ്കിൽ ടോക്ക് കൊടുത്ത് ഓടിച്ച് കഴിഞ്ഞാൽ മൈലേജ് സ്വാഭാവികമായിട്ട് കുറയും. പക്ഷേ ഈ വണ്ടി ഓടിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാല് ഇപ്പോൾ നോർമലി നമ്മൾ വണ്ടി സ്റ്റാർട്ടിനൊക്കെ ഇലക്ട്രിക്കലാണ്. ആ ഇലക്ട്രിക്കലിൽ നിന്ന് മാറുന്ന സമയം എപ്പോഴാണ് മാറുന്നത്, നമ്മൾ കാല് ഒരുപാട് ഒരു വണ്ടി കൊടുക്കുമ്പോഴാണ് പെട്രോൾ എഞ്ചിനിലേക്ക് ഷിഫ്റ്റ് ആയി മാറുന്നത്. അപ്പം നമ്മൾ നോർമൽ ഒരു റൂട്ടിൽ കൂടെ ഓടിക്കുന്ന സമയത്ത് കാല് കുറച്ച് ഓടിക്കുക, ഇടയ്ക്കിടയ്ക്ക് വിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുക. സോ ആ ടൈമിൽ ജസ്റ്റ് ആക്സിലേറ്റർ വിടുന്ന ഓൺ ടൈമിൽ തന്നെ വണ്ടി ഇലക്ട്രിക്കിലോട്ട് പോകും. ആക്സിലേറ്ററിന് പെടൽ നമ്മൾ കാല് റിമൂവ് ചെയ്യുന്ന ഇതിനകത്ത് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 40 to 60 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ന്യൂട്രൽ പെഡലിങ്, ഒറ്റ പ്രസ്സിങ് ചെയ്യാതെ ഒരു നൈസ് ആയിട്ടുള്ള പ്രസ്സിങ് ചെയ്ത് നമ്മൾ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിലോമീറ്റർ മാക്സിമം 40 മാത്രമാണ് ഓടിക്കാൻ പറ്റുള്ളൂ വണ്ടി. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇപ്പം നമ്മൾ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടുക. ഇപ്പോൾ ഹൈവേ എക്സാമ്പിൾ ഒരു ഹൈവേ കൂടെ നമ്മൾ ക്രൂസിൽ പോയിക്കൊണ്ടിരിക്കുന്നു, 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ കാല് പയ്യെ എടുക്കുക, പയ്യെ വെച്ച് കൊടുക്കുക. സെയിം കിലോമീറ്റർ സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുന്നത് ഇലക്ട്രിക്കിൽ അത് ഓടും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ബാറ്ററി ചാർജിങ് എങ്ങനെയാണ്? ബാറ്ററിയുടെ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബാറ്ററി ചാർജ് ചെയ്യും. ചില സമയത്ത് ബ്രേക്ക് പെട്ടെന്ന് ചെയ്യുമ്പോഴായിരിക്കും ചാർജ് ചെയ്യാം. ചില സമയത്ത് നമ്മൾ ഇറക്കത്തിന് കാല് ആക്സിഡൻറ്റ് എടുക്കുക
നമ്മളായിരിക്കും ചാർജ് ചെയ്യണം, അങ്ങനെയല്ലേ വന്നത്? ഈ വണ്ടി 3 തരത്തിലാണ് ചാർജ് ചെയ്യുന്നത്. ഒന്ന് എഞ്ചിൻ ത്രൂ ബാറ്ററിയിലോട്ട് ചാർജിങ് ചെയ്യാം, ഒന്ന് ബ്രേക്കിങ്ങിലൂടെ ചാർജ് ചെയ്യും, റീജൻ വഴി ചാർജ് ചെയ്യും. റീജൻ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ബ്രേക്കോട് കൂടി നമുക്ക് ശരിക്കും അതാണ് ഹൈബ്രിഡ് സിസ്റ്റം. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ബാറ്ററി പകുതി പെട്രോൾ എഞ്ചിൻ. അതായത് നമ്മൾ ഇലക്ട്രിക്കലി ചാർജ് ചെയ്യാതെ വണ്ടി തന്നെ ചാർജ് ചെയ്യണ സിസ്റ്റത്താണ് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് സെൽഫ് ചാർജിങ് സിസ്റ്റം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതായത് 30 അല്ലെങ്കിൽ 27 പോട്ടെ 25 മൈലേജ് കിട്ടി തെളിയിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ 30 കിട്ടിയ കസ്റ്റമേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്? ഫീഡ്ബാക്ക് ഉണ്ട്, ജെന്യുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഉണ്ട്. വെറുതെ സെയിൽസിന് വേണ്ടിയിട്ടുള്ള കോതമംഗലത്തുള്ള നമ്മുടെ ഫീഡ്ബാക്ക് ഉണ്ട്. സർവീസിൽ വന്ന് നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ 22 കിട്ടുന്നവരുണ്ട്, 18 കിട്ടുന്നവരുണ്ട്. അത് ഞാൻ പറഞ്ഞ ഓടിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം. അല്ല, നമ്മുടെ പർപ്പസും കൂടെ ഉണ്ടല്ലോ, ഓരോ പർപ്പസും കൂടെ ഉണ്ട്. നമുക്കിപ്പോ ഒരു ഓക്കെ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു മൈലേജ് ഇപ്പോൾ 17 എന്ന് പറഞ്ഞാൽ ചെറിയ മൈലേജ് അല്ല, വലിയൊരു മൈലേജ് ആണ്. പക്ഷേ നമുക്കൊരു പർപ്പസും കൂടെ ഉണ്ട്. നമ്മൾ പോണ പർപ്പസ് എന്താണ്, ആ പർപ്പസിനനുസരിച്ച് നമ്മുടെ റോഡിലെ നിയമം അനുസരിച്ച് ആ ഒരു സ്പീഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത സമയത്ത് പോകേണ്ടി വരും. ചില സിമ്പിളായിട്ട് പറയാൻ നമ്മൾ സിറ്റിയിൽ ഓവർടേക്കിങ്ങിൽ നമ്മൾ പയ്യെ ഓവർടേക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ലൊരു പുഷ് കൊടുക്കും പെടില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് മൈലേജ് താഴത്തേക്ക് വന്നത് അല്ലേ? നമ്മൾ എല്ലാ സമയവും അങ്ങനെ പുഷും കൊടുക്കുന്നില്ല. ആവറേജ് മൈലേജ് ആണ് ടൊയോട്ട ക്ലെയിം ചെയ്യുന്നത് 27.97 കിലോമീറ്റർ കിട്ടുമെന്ന്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം കിലോമീറ്ററിൻ്റെ സംഭവം, ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ഹൈബ്രിഡ് സിസ്റ്റം എന്നാണെന്ന് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പോൾ പുള്ളി നമുക്ക് ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സ്പെസിലേക്ക് കിടക്കാം. സ്പെക്കായിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവർ തന്നെ പറയട്ടെ, കാരണം നമ്മൾ പറയണേക്കായും ജെനുവിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനും കൂടുതൽ വ്യക്തമായിട്ട് പറയാനും ഇവർക്ക് തന്നെ സാധിക്കണം. അപ്പം അതിലേക്ക് നമുക്ക് കിടക്കാം. ടൊയോട്ട ഹൈറൈഡറിൻ്റെ ഫുൾ ഓപ്ഷൻ മോഡലായ വി വേരിയൻ്റ് വണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ് ഒരു സിൽവർ കളറിൽ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ 360 ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറ ഇവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ. അതിൻ്റെ താഴെ നമുക്കൊരു ഫ്രണ്ട് റണ്ണർ വരുന്നുണ്ട്. സൈഡിലോട്ട് വരികയാണെങ്കിൽ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വിത്ത് LED ഹെഡ്ലൈറ്റാണ് കൊടുത്തത്. അതിന് ചുറ്റും നമുക്കൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ വിത്ത് DRL കൊടുത്തേക്കുന്നത്. നമുക്ക് 2 പീസിലായിട്ട് 2 സെപ്പറേറ്റഡ് പീസായിട്ടാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററും DRL വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മളൊരു ഹൈറൈഡർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റമർ ആക്സസറീസ് ത്രൂ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഈ ഒരു ബാഡ്ജിങ് മാത്രം. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ഹൈറൈഡറിന് വരുന്നത് 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഫ്രണ്ടും റിയറും നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് ഹൈറൈഡറിൽ എല്ലാ വേരിയൻറ്റിലും നമ്മൾ കൊടുത്തേക്കുന്നത്. പവർ സൈഡിലോട്ട് വരുമ്പോൾ ഹൈബ്രിഡിൻ്റെ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ORVM കൊടുത്തിട്ടുണ്ട്. ORVM വിത്ത് നമുക്ക് 360 ക്യാമറ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒരു ടേൺ ഇൻഡിക്കേറ്ററും ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ടൊയോട്ട ഹൈറൈഡറിൽ വരുന്നത് കീലെസ് എൻട്രിയാണ്. കീലെസ് എൻട്രി ആയതുകൊണ്ട് നമുക്ക് കയ്യിൽ നമുക്ക് കീ പോക്കറ്റിലോ എവിടെയും വെച്ച് കഴിഞ്ഞാൽ ബാഗിലോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാൻ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ ക്രോം ഫിനിഷോട് കൂടിയ ഒരു ഡോർ ലൈനർ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു റൂഫ് റെയിൽ അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. സൈഡിൽ വന്നേക്കുന്ന റെയിൻ ഗാർഡ് വന്നേക്കുന്നത് കസ്റ്റമർ അഡീഷണലായിട്ട് ചെയ്തതാണ്. റെയിൻ ഗാർഡ് നമുക്ക് അഡീഷണൽ ആക്സസറീസ് ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. ഹൈറൈഡറിൻ്റെ റിയർ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഷാർക്ക് ആൻറ്റിന വരുന്നുണ്ട്. അതുപോലെ ടെയിൽ ഒരു ബ്രേക്ക് ലൈറ്റ് നമുക്ക് ഇവിടെ സ്പോയിലറിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് വരികയാണെങ്കിൽ ഡീഫോഗർ ഗ്ലാസ്സാണ് നമ്മൾ ഓൾറെഡി ഹൈറൈഡറിൽ കൊടുത്തിരിക്കുന്നത്. തൊട്ട് താഴെ വരുമ്പോൾ റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടൊയോട്ടയുടെ ബാഡ്ജിങ് നമ്മൾ സിൽവർ കളറിൽ ക്രോം ഫിനിഷിങ്ങിലാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ ഹൈബ്രിഡ് ബാഡ്ജിങ്, ഇത് ഈ വണ്ടിയുടെ വേരിയൻ്റ് ഏതാണോ ആ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങായ V എന്നുള്ള ഓപ്ഷൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. തൊട്ട് താഴെ സെൻസേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ പീസ് റിയർ അണ്ടർനാണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് ബ്രേക്ക് ലൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൈറൈഡറിൽ. അർബൻ ക്രൂയിസർ ഹൈറൈഡർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് ബാക്ക് സൈഡിൽ നമ്മൾ റിയർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഏകദേശം 273+ ബൂട്ട് സ്പേസാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ബാറ്ററി നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനിലാണ് ഹൈബ്രിഡ് ബാറ്ററി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 177 വോൾട്ടാണ് ഹൈബ്രിഡ് ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മൾ ഹൈഡ്രേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഡിക്കി ട്രേ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7 കിലോ നമുക്ക് ഡിക്കിയിൽ നമുക്ക് ട്രേയിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. ഹൈറൈഡറിൻ്റെ ടൂൾ കിറ്റ് വരുന്നത് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടൂൾ കിറ്റ്, ജാക്കി, ലിവർ കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. ഹൈറൈഡറിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടൺ കാണാൻ പറ്റും. പവർ ബട്ടണിലാണ് നമ്മൾ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് ബട്ടൺ കൊടുത്തേക്കുന്നത്.
അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കിലോമീറ്റർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കാണാൻ പറ്റും. ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണാൻ പറ്റും. തൊട്ട് മുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഡിസ്പ്ലേ നമ്മളൊരു 3 സെക്കൻഡ് ഇവിടെ ഒരു HUD എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് വരും. സെയിം അതുപോലെ തന്നെ 3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് പോകും. തൊട്ട് താഴേലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് 360 ക്യാമറയുടെ വ്യൂ എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 360 ക്യാമറ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ക്യാമറയുടെ വിഷ്വൽസ് നമുക്ക് സെൻട്രൽ സ്ക്രീനിൽ കാണാൻ പറ്റും. സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ അത് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ഹൈറൈഡിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോള്, വോളിയം കൺട്രോള്, ഇൻഫർടൈൻമെൻറ്റ്സിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ, ഫോണ് കോൾ അറ്റൻഡ് ചെയ്യാനോ കോൾ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രലോട്ട് വരുമ്പോൾ നമുക്കൊരു 9 ഇഞ്ച് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതിന് നമുക്ക് സൈഡിലൊരു സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 360 നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് 360 ക്യാമറയുടെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു IRVM, ഓട്ടോ ഡിം IRVM കൊടുത്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ ഹൈ റൈഡറിൽ. ഇവിടെ വരുമ്പോൾ നമുക്കൊരു സെൻട്രൽ ഗ്ലാസ് ഹോൾഡർ കാര്യങ്ങൾ വരുന്നുണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് താഴോട്ട് വരുന്നത്. തൊട്ട് താഴെ നമുക്ക് ഒരു ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് നമുക്ക് സിഗരറ്റ് ലൈറ്റർ അല്ലെങ്കിൽ മൊബൈൽ ചാർജിങ് ഒരു പോർട്ട് ഇവിടെയും USB പോർട്ട് തൊട്ട് സൈഡിൽ തന്നെയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വരുമ്പോൾ വയർലെസ് ചാർജറാണ് കൊടുത്തേക്കുന്നത്. ഹൈ റൈഡറിൻ്റെ ഗിയർ ലെവലിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ഗിയർ ലിവർ. റിവേഴ്സ് വരുമ്പോൾ 360 ക്യാമറയുടെ ഒരു പനോറമിക് വ്യൂവും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയുടെ ബാക്ക് ക്യാമറയുടെ വ്യൂ ഇവിടെ കാണാം. നമുക്കിത് ചേഞ്ചിങ് ഓപ്ഷൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ന്യൂട്രൽ, ദെൻ ഡ്രൈവ്, ലാസ്റ്റ് വരുന്നത് B എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഡ്രൈവ് ഓപ്ഷനിലാണ് വണ്ടി എപ്പോഴും നമ്മൾ ഓടിക്കുന്നത്. അതുപോലെ തന്നെ B ഓപ്ഷനിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. B എന്ന് പറയുന്നത് എൻജിൻ ബ്രേക്കോട് കൂടി, അതായത് റീജൻ, അതായത് ഈ വണ്ടി ഹൈബ്രിഡ് വണ്ടി ആയത് കാരണം ബാറ്ററിയിലോട്ട് ചാർജ് കൂടുതൽ കയറാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് B എന്ന് പറയുന്ന ഒരു ഡ്രൈവ് മോഡ്സ് കൂടെ ഇതിനകത്ത് കൊടുത്ത് ഗിയറിൻ്റെ ഓപ്ഷനോട് കൊടുത്തേക്കുന്നത്. നമുക്ക് EV മോഡ്, ഡ്രൈവ് മോഡ്സ് നമുക്കിവിടെ സ്വിച്ചുകൾ കാണാൻ പറ്റും. EV മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എബോവ് ഒരു 80% ബാറ്ററി നമുക്ക് വണ്ടിയിലുണ്ടെങ്കിൽ നമുക്ക് EV മോഡിൽ നമുക്ക് ഡ്രൈവിങ്ങിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് കൂടുതലും സിറ്റി ഡ്രൈവിങ്ങിലായിരിക്കും EV മോഡ് ആപ്ലിക്കബിൾ ആകുന്നത്. അതായത് നോർമലി ഒരു 50 കിലോമീറ്റേഴ്സ് ബിലോ 50 കിലോമീറ്റേഴ്സിനുള്ളിൽ നമുക്ക് ഡ്രൈവിങ് സിറ്റി കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് EVയിൽ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ EV മോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സ് സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ് നമുക്ക് 3 ഡ്രൈവ് മോഡാണ് വരുന്നത്. ഈക്കോ, നോർമൽ, അതുപോലെ തന്നെ പവർ, 3 വേരിയൻറ്റിൽ. തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും വെന്റിലേറ്റർ സീറ്റ്. ഈ വണ്ടി ഫുൾ ഓപ്ഷൻ V മോഡലായത് കാരണം ഇതിന് ഫ്രണ്ട് 2 സീറ്റ് നമുക്ക് വെന്റിലേറ്റർ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കൂളിംഗ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 3 ഓപ്ഷൻസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 3 വേവിൽ നമുക്ക് എയർ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലെതർ റാപ്ഡ് ആംബ്രസ്റ്റാണ് കൊടുത്തേക്കുന്നത്. അത് മൂവബിൾ ആണ്. നമുക്ക് മൂവബിൾ ആംബ്രസ്റ്റ്, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാളറ്റ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്, കീപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റോറേജും കാര്യങ്ങളും ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിയറിങ്ങിന് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്ത് വരുന്നത് TNGയുടെ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു മോട്ടറും വരുന്നുണ്ട്. പിന്നെ വരുന്നത് 177 വോൾട്ടിൻ്റെ ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ ടോർക്ക് പറയുമ്പോൾ നമുക്ക് 141 ടോർക്കും 115 PS പവറുമാണ് ഇതിനകത്ത് വരുന്നത്. കമ്പനി മോട്ടറിന് വാറണ്ടി പറയുന്നത് 8 ഇയേഴ്സ് അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് നോർമൽ വാറണ്ടി പറയുന്നത്. ഹൈബ്രിഡ് സിസ്റ്റത്തിനാണ് കമ്പനി വാറണ്ടി പറയുന്നത്. എനിക്ക് സസ്പെൻഷൻ്റെ ഒരു സംഭവം എനിക്ക് എടുത്തു പറയാൻ തോന്നിയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഏതാ വിഷ്ണു സസ്പെൻഷൻ യൂസ് ചെയ്യണത്? നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് മാക്ഫേഴ്സൺ എന്ന് പറഞ്ഞൊരു സസ്പെൻഷനാണ് വരുന്നത്. റിയർ വരുമ്പോൾ ടോർഷൻ റിം എന്ന് പറയും. ആ ഒരു കംഫർട്ട് കിട്ടി എന്നുള്ളത് 100% ഞാൻ ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ അതൊരു പോരായ്മ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൺറൂഫിൻ്റെ ഒരു സംഭവം. ഈ സൺറൂഫിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പണ്ടത്തെ ഒരു കാലാവസ്ഥയിൽ ഓക്കെയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ചൂട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ട്. കാര്യം AC കൂളിംഗ് പവർ ഉണ്ട്, സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ ഒരു സംഭവം മാത്രമാണ് എനിക്കൊരു എന്താ പറയുക ഒരു മോശം എന്നല്ല, വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. അതൊന്ന് ആഡ് ചെയ്യാന്നുള്ള സംഭവം തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൺറൂഫ് ഇല്ലാതെ ഒരു ഓപ്ഷനിൽ വെന്റിലേഷൻ സീറ്റ് മാത്രമായിട്ട് കൊടുത്തിരുന്നെങ്കിലും കുറച്ചുകൂടെ നല്ലതാണ്. ഒരു B ലെവൽ SUVകളിൽ വരുമ്പോൾ ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള റൈഡിങ് കിട്ടുന്നത് നമുക്കൊരു നമ്മുടെ ഈ വണ്ടി തന്നെയാണ്. അതിനകത്ത് നമുക്ക് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ തന്നെ അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ആയാലും ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഡ്രൈവിങ്ങിൽ. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ECVT എന്ന് പറഞ്ഞ ട്രാൻസ്മിഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ട്രാൻസ്മിഷൻ ലാഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ബാറ്ററിയുടെ ഒരു ഫ്ലോ സംഭവം നടക്കുന്നത്
ബാറ്ററിയുടെ ഫ്ലോ നടക്കുന്നത്. ഇതിപ്പോ EV-ലാണ് പോകുന്നത്. അതിന്റെ ഇതാണ് EV നമുക്ക് ഇവിടെ കാണാനും പറ്റും. EV ഇപ്പൊ നമ്മൾ ഒന്ന് കാല് കൂടുതൽ കൊടുത്തു, EV കട്ടായി, എഞ്ചിൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ഒരേ ടൈമില് രണ്ട് സംഭവം അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത് നമ്മൾ ആ കാല് കൊടുത്ത് ഓടിക്കുന്നതിന്റെ സംഭവം പറഞ്ഞത് അല്ലേ? ഇപ്പോഴൊക്കെ EV-ലാണ് പോകുന്നത്. പിന്നെ എനിക്ക് ഇതിന്റെ അകത്ത് പറയാനുള്ള സംഭവം ലെഗ് സ്പേസ്, ബാക്കിലായാലും ഫ്രണ്ടിലായാലും നല്ല അടിപൊളി ലെഗ് സ്പേസ് ഉണ്ട്. ഞാൻ ഏതാണ്ട് 7 അടി പൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഹെഡിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നല്ല കംഫർട്ടാണ്. പിന്നെ ഒരു മെയിൻ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സീറ്റ് അല്ല. അത് ശരിക്കും പറഞ്ഞാൽ പല ഈ സെഗ്മെന്റിലുള്ള പല വണ്ടികൾക്കും ഇതിലും കുറഞ്ഞ വിലയിൽ നമുക്ക് സംഭവം ഇതിലൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് പ്രധാന ഒരു കാര്യം കണ്ടോ, കീയുടെ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു നമ്മൾ ഇത്രയും പ്രൈസ് റേഞ്ചിലൊരു വണ്ടി എടുക്കുമ്പോൾ കീ കുറച്ചങ്ങടെ ഒരു സംഭവങ്ങൾ ആഡ് ചെയ്ത് ഒരു ഭംഗി ആക്കാറുന്നു. അങ്ങനെയുള്ള കുറച്ച് വേറെ സംഭവങ്ങൾ. പിന്നെ വേറൊരു പിന്നെ വെന്റിലേഷൻ അടിപൊളിയാണ്. കാരണം നമുക്കത് ഈ ചൂട് കാലത്ത് നമുക്ക് വളരെ പിന്നെ നമ്മൾ അവിടെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗുണം അറിയാം. അതുകൊണ്ടാണ് പിന്നെ നമ്മളൊന്ന് വെന്റിലേഷൻ വേണമെന്നും പറഞ്ഞ് അതെടുത്തത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആപ്പിൾ പ്ലേ കാര്യങ്ങളെല്ലാം ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ മറ്റേ ഇതൊന്നും ഇല്ലല്ലോ, മറ്റേ ആൻഡ്രോയിഡ് സിസ്റ്റം അല്ലാതുകൊണ്ട് യൂട്യൂബ് അങ്ങനെയുള്ളതൊന്നും വീഡിയോസ് നമുക്ക് സപ്പോർട്ട് ചെയ്യില്ല. അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വീഡിയോസ് ഇതിലേക്ക് നോക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത്. പിന്നെ ഇതൊക്കെ ലെതർ അല്ലേ സംഭവം, എല്ലാം സീറ്റ് മെറ്റീരിയൽസ് ആണ് കാര്യങ്ങൾ വരുന്നത്, ഡാഷ്ബോർഡിൽ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ള നമ്മുടെ മെയിൻ ടൊയോട്ട ഐ കണക്റ്റിന്റെ ഒരു ഫീച്ചേഴ്സിന്റെ ഭാഗമാണ്. കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, ലോക്ക് ചെയ്യാനുള്ളത്, ലൈറ്റിന്റെ അതുപോലെ അസാർ ലൈറ്റിന്റെ സംഭവങ്ങൾ. പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഉപയോഗം എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര വെയിലത്ത് അങ്ങനെയൊക്കെ ഒരു കുറച്ച് നേരം ഇട്ടിട്ട് പോയി കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ അകത്ത് കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഏസിൻ്റെ കാര്യമില്ല. കാരണം നമുക്ക് പുറത്തു നിന്നുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഏതാണ്ട് 10 മിനിറ്റ് നമുക്ക് 10 മിനിറ്റിൽ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും, എഞ്ചിൻ ഓഫാവും. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ AC, നമുക്ക് ACയുടെ ഇതിൻ്റെ അകത്ത് ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യാം. നമ്മൾ 18-ലാണ് ഇട്ടേക്കണേ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് AC കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വന്ന് കയറുമ്പോഴേക്കും വണ്ടിയുടെ അകത്തൊരു ചൂടോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ വണ്ടിയുടെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ, എന്തെങ്കിലും അലർട്ട് കാര്യങ്ങൾ, പിന്നെ ഫൈൻ മൈ കാർ, എവിടെയാണോ വണ്ടി കിടക്കണേ ആ സംഭവങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംഭവം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് നമ്മുടെ ACയുടെ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനിയിപ്പോൾ ഈ വണ്ടി നമ്മൾ ഓണാക്കി ഇട്ടു എന്നും പറഞ്ഞ് ആർക്കും വണ്ടി എടുത്തുകൊണ്ട് പോകാനോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഈ ഓണാക്കി ഇട്ടതിന് ശേഷം വണ്ടിയുടെ ഡോറ് തുറക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ കീ അൺലോക്ക് ആവണത് ആ വണ്ടി നോർമലായിട്ട് ഓഫ് ആവും എന്നുള്ളതാണ്. ഇത് എൻജിൻ സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞ് കീ നമ്മൾ അകത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയല്ലേ അതിന്റെ സംഭവങ്ങൾ? ഇത് എല്ലാ വണ്ടിക്കും ഉണ്ട്, അത് ഫുൾ ഓപ്ഷൻ മാത്രമാണുള്ളൂ. നമ്മുടെ ഹൈബ്രിഡ് വെഹിക്കിൾസിനാണ് കൂടുതലായിട്ട് വരുന്നത്. ഇതിന്റെ തന്നെ വേരിയന്റ് ഉണ്ടല്ലോ, മറ്റേ കുറഞ്ഞ വേരിയന്റ്, അതിലും വരുന്നുണ്ട്. അതായത് ഹൈബ്രിഡ് ബാറ്ററിയുടെ വർക്ക് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വിദേശത്തൊക്കെ പോകുന്നവർക്ക് അവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാറ്ററിയുടെ പെർഫോമൻസ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി കൊടുത്തത്. ഇത് എങ്ങനെ ശരിക്കും കണക്ട് ആണ്? ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് സിം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിലാണ് വന്നത്. ഇത് നമുക്ക് എത്ര വർഷത്തേക്ക് ഫ്രീ യൂസിങ്, അതുകൊണ്ട് പൈസ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് കോസ്റ്റ് ഒന്നും വരുന്നില്ല. ഈ ഓപ്ഷന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ എല്ലാവരും ഇതുവരെ ആകാംക്ഷയോടെ നോക്കിയിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പ്രൈസിൻ്റെ സംഭവമായിരിക്കും. അപ്പോൾ ഇനി പ്രൈസിലേക്ക് കിടക്കാം. ഇത് ഹൈബ്രിഡിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ഇന്നത്തെ ഇതിൽ ഓൺ റോഡ് പ്രൈസ് റോഡ് വരുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 26 ലാഖ് വരും. 26 ലക്ഷം രൂപ ഓൺ റോഡ് വരും. ഫസ്റ്റ് എമൗണ്ട് എത്ര അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഷോറൂമിൽ എടുക്കാം? നമുക്ക് ഇതിന്റെ ബുക്കിംഗ് വരുന്നത് 25,000 ആണ്. അപ്പോൾ ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിബിൽ സ്കോറിന് ബേസ്ഡ് ആയിട്ടാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത്. 5 വർഷം അങ്ങനെയല്ല രീതിയിലാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. കറന്റ് ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പെർ ലാക്കിന് നമുക്ക് 2,100 രൂപ വെച്ച് മാക്സിമം ഒരു 9% ഇൻട്രസ്റ്റ് റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെർ ലാക്കിന് 2,100 രൂപ വെച്ച് മാക്സിമം EMI അങ്ങനെ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. അല്ല, അതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വില കൂടുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പറഞ്ഞാലും ഇല്ല അർത്ഥമില്ല. പക്ഷേ ഇന്ന് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് 26 ലക്ഷം രൂപയാണ്. പ്രൈസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വിഷ്ണുവിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പുറത്തുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു കോൺടാക്ട് ചെയ്യാൻ. കാരണം നമുക്ക് ഒരു തലവേനയില്ലാതെ എല്ലാ ഷോറൂമുകാരും ചെയ്തിരിക്കും. പക്ഷേ ഞാൻ പേഴ്സണലി അറിഞ്ഞ സംഭവമാണ്, നമുക്കൊരു തലവേനയില്ലാതെ എല്ലാ കാര്യങ്ങളും A to Z വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ആർക്കും താല്പര്യമുണ്ട്, ഇനി ടൊയോട്ടയുടെ വേറെയും വേരിയൻറ്റുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ വേരിയൻറ്റ് എടുത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് വെന്റിലേഷൻ സീറ്റ് ഞാൻ നോക്കിയായിരുന്നു. പിന്നെ ടൊയോട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ടൊയോട്ടയുടെ ഒരു ട്രസ്റ്റ് നമുക്കറിയാം. ഇന്ന് വണ്ടി വിൽക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് വണ്ടി കഴിയുന്നു. അത് തന്നെയാണ് ടൊയോട്ടോ ഉണ്ടാക്കിയെടുത്തേക്കണ ഒരു ഇമേജ്. അപ്പോൾ അത് എല്ലാം കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ വണ്ടിയിലേക്ക് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് ഞാൻ ഓക്കെയാണ് ഇതിൻ്റെ അകത്ത്.
ഡീറ്റെയിൽഡ് ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 100% ഓക്കെയാണ്. ചെറിയ പോരായ്മകൾ ഒഴികെ ബാക്കിയെല്ലാം ഞാൻ ഓക്കെയാണ്. സർവീസിൻ്റെ കാര്യത്തിൽ നമുക്ക് നിപ്പോണിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞ് നീട്ടുള്ള. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് വിഷ്ണു ഉണ്ടായിരുന്നു, മൂവാറ്റുപുഴ നിപ്പോൺ ടൊയോട്ടോയിലെ സെയിൽസ്മാൻ. അതെ, അപ്പോൾ വിഷ്ണുവിൻ്റെ നമ്പറും ഞാൻ വീഡിയോയിലെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിഷ്ണുവിനെ കോൺടാക്റ്റ് ചെയ്യാം. അവർ കറക്റ്റ് ഡീറ്റെയിൽസ്, പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. പക്ഷേ ഇന്ന് ഈ വണ്ടിയുടെ ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ ഹൈബ്രിഡിൻ്റെ റേറ്റ് 26 ലക്ഷം രൂപയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.